ഹായ് എവരി വൺ, വെൽക്കം ടു ജയിലേൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ LGS എക്സാമിന്റെ സ്റ്റേജ് 1 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലെ മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം LGSന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. 20 മാർക്കാണ് എന്ത് LGSന്. അതുപോലെ 10th പ്രിലിമിനറി എന്നാണ് ഡിസംബർ 28-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ജനുവരി 11-നുണ്ട്, ജനുവരി 25-നുണ്ട്, ഫെബ്രുവരി 8-നുണ്ട്. 4 ഘട്ടങ്ങളിലായിട്ടാണ് 10th പ്രിലിമിനറി നടക്കുന്നത്. അതും LGSന്റെ സിലബസ് എന്താണ്, സെയിം ആണ്. മാത്സ് ഒക്കെ സെയിം ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് മാത്സിൽ ചോദിക്കാറുള്ളൂ. ഇപ്പോൾ LGSന്റെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലും നമുക്കറിയാം ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർ ഇടും. പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില ക്വസ്റ്റ്യൻ അറിഞ്ഞുകൊണ്ട് അവർ തെറ്റായ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ സമയം കളയുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഒരു തവണ ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയില്ല എങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് റൗണ്ട് ഇട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. എന്നിട്ട് ലാസ്റ്റ് മാത്രം ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരാൾ തൻ്റെ സമ്പാദ്യത്തിൻ്റെ 2 ഭാഗം ഒന്നാമത്തെ മകനും 5 ഭാഗം രണ്ടാമത്തെ മകനും ബാക്കിയുള്ളത് മൂന്നാമത്തെ മകനും നൽകി എങ്കിൽ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചത്? ഓപ്ഷൻ 12-5, 35-11, ഓപ്ഷൻ സി ആണെങ്കിൽ 34-24, 12-7, ഓപ്ഷൻ ഡി. ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൊത്തം സമ്പാദ്യം നമ്മൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്യണം. ഓക്കെ, മൊത്തം സമ്പാദ്യം ഒന്നായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. തന്റെ സമ്പാദ്യത്തിന്റെ 7/2 ഭാഗം ഒന്നാമത്തെ മകന് കൊടുത്തു. അപ്പോൾ 1-ൽ നിന്ന് എത്ര? 7/2 ഭാഗം ഒരു മകന് കൊടുത്തു, 5/2 ഭാഗം രണ്ടാമത്തെ മകനും കൊടുത്തു ഇല്ലേ? അപ്പൊ എത്ര? 5/2 ഭാഗം രണ്ടാമത്തെ മകന് നൽകി. അപ്പൊ മൂന്നാമത്തെ മകന് ആകെ സമ്പാദ്യത്തിന്റെ എത്ര ഭാഗമാണ് ലഭിച്ചതെന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ സമ്പാദ്യം ടോട്ടൽ ഒന്നായിട്ട് കൺസിഡർ ചെയ്തു. അതിൽ നിന്ന് ഈ രണ്ടും കൂട്ടിയതിന് ശേഷം 1-ൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ മകന് കിട്ടിയത് കിട്ടും. അപ്പൊ ഇത് നമുക്ക് ചെയ്തു നോക്കാം. 1-ൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കണം അല്ലേ? നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 5 × 2 10 പ്ലസ് 7 × 2 14 ഡിവൈഡഡ് ബൈ 7 × 5 35. അപ്പൊ എങ്ങനെ വരും പിള്ളേരെ? 1 മൈനസ് 10 പ്ലസ് 14 24. 24 ഡിവൈഡഡ് ബൈ 35 അല്ലേ? 1 മൈനസ് 24/35. അതെങ്ങനെയാ? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 35 × 1 35 അല്ലേ? 35 മൈനസ് 24 ഡിവൈഡഡ് ബൈ 35 അത് എത്ര വരും? 11/35. ക്ലിയർ ആയില്ലേ? 11/35 ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 1 മീറ്റർ നീളമുള്ള റിബണിൽ നിന്നും 0.63 മീറ്റർ നീളമുള്ള റിബൺ മുറിച്ചു മാറ്റി. 1 മീറ്റർ നീളത്തിൽ നിന്ന് 0.63 മുറിച്ചു മാറ്റി എങ്കിൽ ബാക്കിയുള്ള നീളം എത്ര? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. 1 മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ 1.00 എന്ന് എഴുതുക. അത് എന്തുകൊണ്ടാ? നമുക്ക് 0.63 അതിൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? അതുകൊണ്ട് 1.00 എന്ന് എഴുതി. കുറയ്ക്കുക. 0.37 മീറ്റർ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്ഷൻ ഒന്ന് നോക്കണം കേട്ടോ. ചിലതിൽ മീറ്റർ, സെന്റിമീറ്റർ അങ്ങനെയൊക്കെ ചിലപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ മീറ്റർ ആണോ എല്ലാം നോക്കിയതിന് ശേഷം ബബിൾ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ 100 മീറ്റർ ഓട്ട മത്സരം 10 സെക്കൻഡിൽ ഓടി പൂർത്തിയാക്കിയ ആൾ ശരാശരി എത്ര വേഗതയിലാണ് ഓടിയത്? പിള്ളേരെ, ഇവിടെ നമ്മുടെ അടുത്ത് വേഗതയാണ് ചോദിച്ചത് അല്ലേ? വേഗത എന്ന് പറഞ്ഞാൽ എന്താ? ദൂരം ബൈ സമയം അല്ലേ? വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. ദൂരം ഇവിടെ എത്രയാ? ദൂരം 100 മീറ്റർ ആണ്. ദൂരം 100 മീറ്റർ. സമയം 10 സെക്കൻഡ് അല്ലേ? സമയം 10 സെക്കൻഡ്. ഇത് നമുക്ക് ഡയറക്റ്റ് കട്ട് ചെയ്ത് കളയാലോ. 0 ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് വരും? 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും അല്ലേ? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി നോക്കി 10 കിലോമീറ്റർ പെർ മണിക്കൂർ. കണ്ടോ? അപ്പൊ അതിന്റെ യൂണിറ്റ് മാറ്റിയാണ് ഇട്ടേക്കണത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ബബിൾ ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.0111 കിട്ടും? ഓക്കെ, 1.011 കിട്ടും. ഓപ്ഷൻ എ 0.999, ഓപ്ഷൻ ബി 0.9, ഓപ്ഷൻ സി 0.99,
ഓപ്ഷൻ ഡി 1. അപ്പോൾ നമുക്ക് നോക്കാം ഏത് സംഖ്യയോട്, സംഖ്യ നമുക്ക് അറിയില്ലല്ലോ, ഞാൻ എക്സ് ആയിട്ട് എടുത്തേ, സംഖ്യ ഞാൻ എക്സ് ആയിട്ട് എടുത്തു, ഏത് സംഖ്യയോട് എന്ത് 0.111 കൂട്ടിയാൽ 1.011 ലഭിക്കും. ഇങ്ങനെയല്ലേ നമ്മുടെ അടുത്ത് ചോദിച്ചത്. നമുക്ക് സംഖ്യ കണ്ടുപിടിക്കണം അല്ലേ? സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് അവിടെ നിർത്തുക, മൈനസ് ചെയ്യുക, 1.011 മൈനസ് 0.11. ഇത് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. ചെയ്ത് നോക്കാം. 1.011 0.111 ഇത് മൈനസ് ചെയ്യണം അല്ലേ? 0.090. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? 0.900 എന്ന് കിട്ടി അല്ലേ? 0.900 എന്ന് പറഞ്ഞാലും 0.9 എന്ന് പറഞ്ഞാലും സെയിം വാല്യൂ ആണ്. ദശാംശത്തിന് ശേഷം ഒരു സംഖ്യ വന്നതിന് ശേഷം 0 വരികയാണെങ്കിൽ 0ത്തിന് എന്താ വാല്യൂ ഉണ്ടാവില്ല. 0.9 എന്നും 0.900 എന്ന് പറഞ്ഞതും സെയിം ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഒരു ലാഭ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം, വാങ്ങിയ വില അപ്പൊ എന്താ? 580. ഓക്കെ, വാങ്ങിയ വില 580 രൂപ. ഓക്കെ അല്ലേ? ഒരു സാധനം 609 രൂപയ്ക്ക് വിറ്റാൽ ലാഭ ശതമാനം എത്ര? അങ്ങനെയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോ വിറ്റ വിലയോ? വിറ്റ വില എത്രയാ? 609. വിറ്റ വില 609 രൂപ. പിള്ളേരെ അപ്പൊ എത്ര ലാഭം കിട്ടി നമുക്ക്? 580 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം നമ്മൾ 609 രൂപയ്ക്ക് വിൽക്കുവാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് അല്ലേ നമുക്ക് ലാഭം? ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 29 രൂപ ലാഭം അല്ലേ? അയാൾക്ക് 29 രൂപ ലാഭം കിട്ടി. അപ്പൊ ലാഭ ശതമാനം നമുക്ക് എങ്ങനെ കാണാം? ലാഭ ശതമാനം എന്ന് പറഞ്ഞാല് ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലേ? ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലാഭം എത്രയാ പിള്ളേരെ? ലാഭം 29. വാങ്ങിയ വിലയോ? വാങ്ങിയ വില 580 അല്ലേ? 580 ഇൻറ്റു 100. ഓക്കെ, 0 0 ക്യാൻസൽ ചെയ്യാം. 29ഉം 58ഉം ക്യാൻസൽ ചെയ്യാം. 29 ഇൻറ്റു 2 ആണ് 58 അല്ലേ? അപ്പോൾ 1/2 വരും. 1/2 ഇൻറ്റു 10 വരും. 1/2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എത്രയാ? 5% ലാഭ ശതമാനം. ഓപ്ഷൻ ഡി ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഒന്നും ചെയ്തില്ല. ലാഭ ശതമാനം കാണണമെങ്കിൽ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. വാങ്ങിയത് 550 രൂപയ്ക്കും വിറ്റ വിലയാണെങ്കിൽ 650 രൂപയ്ക്ക് 29 രൂപയാണ് നമുക്ക് ലാഭം കിട്ടിയത്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏത്? ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് ലസാഗു ആണ്. LCM ആണ് ചോദിച്ചിരിക്കുന്നത്. ലസാഗു 4, 5, 6 അതുകൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ മീൻസ് അതിന്റെ ലസാഗു കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് LCM കാണാൻ കഴിയുക? ഘടകങ്ങളാക്കാം അല്ലെ? 4, 5, 6നെ 2 വെച്ച് നമുക്ക് കുറയ്ക്കാം. ഇനി നമുക്കിത് എന്താ കോമൺ ആയിട്ട് കളയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ വരും? 2 ഇൻറ്റു 5 ഇൻറ്റു 3. ഈ 2 4, 4 ഇൻറ്റു 5 20, 20 ഇൻറ്റു 3 60. ഓപ്ഷൻ ഡി 60 ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. അതായത് 4, 5, 6 എന്നീ 3 സംഖ്യകളുണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണസംഖ്യ ചോദിച്ചാൽ 60 ആണ്. LCM കണ്ടാൽ മതി ഡയറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 1/2 + 1/3 - 1/4 ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 4/13, ഓപ്ഷൻ ബി 7/12, ഓപ്ഷൻ സി 5/8, ഓപ്ഷൻ ഡി 9/12. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിന്റെ എല്ലാം ഛേദം എന്താ? വ്യത്യസ്തമാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ ഛേദം സെയിം ആക്കണം. ഛേദം സെയിം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2, 3, 4ന്റെ LCM കാണുക. ഓക്കെ, ഇതിന്റെ എത്രയാ LCM? 2 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 2. എത്ര LCM പിള്ളേരെ? 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 2 12. 12 ആണ് LCM. അപ്പൊ നമുക്ക് എന്താ ഇതിന്റെ LCM ഛേദത്തിൽ എഴുതുക. ഓക്കെ, അംശം എന്ത് ചെയ്യുക? ആ LCM വെച്ചൊന്ന് ഗുണിച്ചു പോവുക. ഓക്കെ,
1/2 into 12 plus 1/3 into 12 minus 1/4 into 12 divided by 12. അപ്പോൾ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാമല്ലോ. 2 12 6, 3 12 4, 4 12 3. ഇത് നമുക്ക് എടുത്തെഴുതാം. 6 + 4 - 3/12. 6 4 10, 10 നിന്ന് 3 പോയി കഴിഞ്ഞാൽ 7 അല്ലേ? അപ്പോൾ 7/12. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഇവിടെ എന്താ ചെയ്തത്? 2 3 4ന്റെ LCM കണ്ടു. ആ LCM നമ്മൾ എന്ത് ഛേദത്തിൽ എഴുതി. അപ്പോൾ LCM 12 ആണെങ്കിൽ ഈ 1/2 വെച്ച് അംശവും അത് വെച്ച് തന്നെ ഗുണിച്ചു പോകണം, അല്ലെങ്കിൽ വാല്യൂ മാറും അല്ലേ? ഛേദത്തിൽ എത്രയാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത് അത് അംശത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 1/2 പ്ലസ് ഇൻറ്റു 12 ചെയ്തു, 1/3 ഇൻറ്റു 12 ചെയ്തു, 1/4 ഇൻറ്റു 12 ചെയ്തു. ഓക്കെ, അതിനുശേഷം അത് നമ്മൾ എന്ത് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഫൈനൽ ആൻസർ 7/12 കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. √16 + 4² = k ആണെങ്കിൽ കെയുടെ വില എന്ത്? ഓപ്ഷൻ എ 32, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 36. ഇത് നോക്കിക്കേ. √16 + 4² = k ആണെങ്കിൽ കെയുടെ വിലയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 4² √16 എന്ന് പറഞ്ഞാൽ എത്ര പിള്ളേര്? 4 ആണ് അല്ലേ? 4² എന്ന് പറഞ്ഞാലോ 16 ആണ്. = k. അപ്പൊ എന്ത് വരും? 4 + 16 20. 20 = k. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? 20, കെയുടെ വാല്യൂ 20 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതൊരു ഇക്വേഷൻ വെച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ഇക്വേഷൻ കാണാതെ പഠിക്കണം. പക്ഷെ നമ്മൾ ഫാക്ട് വെച്ചാണ് പഠിക്കുന്നതെങ്കിൽ, നമ്മൾ മനസ്സിലാക്കിയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം. 12 കളികൾ കഴിഞ്ഞപ്പോൾ എത്ര കളിയാണ്? 12 കളി. ഓക്കെ, കഴിഞ്ഞപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരന്റെ ശരാശരി റൺസ് 49 ആണ്. ഓക്കെ, 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആകുന്നത്? ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. 12 കളിയിൽ ആളുടെ ശരാശരി 49 ആണ്. അപ്പോൾ ടോട്ടൽ അയാൾക്ക് എത്ര റൺസ്, 12 കളിയിൽ നിന്ന് അയാൾ എത്ര റൺസ് എടുത്തു എന്നുള്ള അറിയാൻ വേണ്ടി നമ്മൾ 49 × 12 ചെയ്യുക. $588 എന്ന് നമുക്ക് കിട്ടും. 588. അതായത് 12 കളികളിൽ 49 ശരാശരി റൺസ് വെച്ച് അയാള് 588 റൺസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി 13ാമത്തെ കളിയിൽ എത്ര റൺസ് എടുത്താലാണ് അയാളുടെ ശരാശരി 50 റൺസ് ആവുന്നത്? ശരാശരി 50 ആവണം. അപ്പോൾ 13ാമത്തെ കളിയിൽ എത്രയോ റൺസ് കൂടുതൽ എടുക്കണം. അപ്പോൾ 13 × 50 ചെയ്യുക. 13 × 50 എന്ന് പറഞ്ഞാൽ 13 × 5 65 ആണ്. അപ്പോൾ 650 വരും. ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ആയിരിക്കും എന്ത്? 13ാമത്തെ കളിയിൽ അയാൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്ത് 12 × 49 ചെയ്തിട്ട് അയാൾ ഇത്രയും നാൾ കളിച്ച 12 കളിയിൽ നിന്ന് എത്ര റൺസ് എടുത്തു എന്ന് നോക്കി. 588 എടുത്തു. 13ാമത്തെ കളിക്ക് അയാൾക്ക് എന്താ 50 ശരാശരി വർദ്ധിപ്പിക്കണം, ശരാശരി കൂട്ടണം. അപ്പോൾ 13 × 50 ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും? 650 റൺസ് പുള്ളി എത്തണം. 588 നിലനിൽക്കെ തന്നെ അടുത്ത കളി കളിക്കാൻ നേരത്തെ പുള്ളിക്ക് 650 റൺസിൽ എത്തിക്കണം. അപ്പൊ എത്ര റൺസ് എടുത്തു എന്ന് അറിയാൻ 650 - 588 ചെയ്താൽ മതി. അത് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. 650 - 588 എന്ന് പറഞ്ഞാൽ 62 ആണ് ഇതിന്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി 62 റൺസ് ആണ് അയാള് എന്ത് 13ാമത്തെ കളിയിൽ എടുക്കേണ്ടത്. എന്നാൽ മാത്രമാണ് എന്ത് ശരാശരി 50 റൺസ് ആവുകയുള്ളൂ. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 18 × 21 + 21 × 82 എത്ര അല്ലെ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് 18 × 21 ഗുണിച്ച് അതിന്റെ വില 21 × 82 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പക്ഷെ അത് കുറെ നേരം സമയം നമുക്ക് എടുക്കും അല്ലേ? അപ്പൊ അതല്ലാതെ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ നോക്കിയ പിള്ളേരെ 21 കോമൺ ആണ് അല്ലേ? 21 എന്നുള്ള സംഖ്യ കോമൺ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? 21 നമ്മൾ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താ? ഇവിടെ ഒരു 18 റിമൈനിങ് ആയിട്ടുണ്ട്. പ്ലസ് ഇവിടെ എത്രയാണ്? ഇവിടെ 82 റിമൈനിങ് ആയിട്ടുണ്ട്. ഓക്കെ ആയില്ലേ? ഇവിടെ നിന്ന് 21, ഇവിടെ നിന്ന് 21 പുറത്തേക്ക് എടുത്തു. ഇവിടെ ഒരു 18 ഉണ്ട്, അതുപോലെ ഇവിടെ 82 ഉണ്ട്. ഇനി ഇത് ചെയ്താൽ മതി. 21 × 18 + 82 എത്രയാ? 18 + 82
82 8 90 10 100. ഓക്കെ, 100ആണ്. 18 + 82 100ആണ്. 21 × 100 എന്ന് പറഞ്ഞാൽ 2100, 2700. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഒറ്റയാൻ ഏത്? ആ മോഡൽ ഒരു ക്വസ്റ്റ്യനാണ്. താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്ത സംഗീത ഉപകരണം ഏത്? ഇവിടെ നോക്കിയാൽ ഗിത്താർ ഉണ്ട്, വീണയുണ്ട്, ഓടക്കുഴലുണ്ട്, വയലിൻ ഉണ്ട്. എല്ലാത്തിനും പ്രത്യേകത എന്താ? ഇതെന്താ തന്ത്രിവാദ്യ? ഈ മൂന്നെണ്ണം തന്ത്രിവാദ്യങ്ങളല്ലേ? ഇത് മാത്രം സുഷിരവാദ്യല്ലേ? അതാണ് അതിന്റെ പ്രത്യേകത അല്ലേ? ഇതെല്ലാം തന്ത്രിവാദ്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രിങ് വെച്ചുള്ള വാദ്യോപകരണങ്ങളാണ്. ഗിത്താർ ആയിക്കോട്ടെ, വീണ ആയിക്കോട്ടെ, വയലിൻ ആയിക്കോട്ടെ, ഇതെല്ലാം സ്ട്രിങ് വെച്ചുള്ളതാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരിക? കൂട്ടത്തിൽ പെടാത്തതാ ചോദിച്ചത്. അപ്പൊ ഏതായിരിക്കും ആൻസർ? സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അത് മാത്രം എന്താ? സുഷിരവാദ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു ഡയറക്ഷൻ, ദിശ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പൊ തന്നെ നമ്മൾ ആദ്യം തന്നെ ദിശ വരച്ചിട്ടേക്കാം. ഓക്കെ, ഇതെന്താ? ഇത് കിഴക്ക്, ഇതാണെങ്കിലോ വടക്ക്, പടിഞ്ഞാറ്, തെക്ക്. ഓക്കെ അല്ലേ? ദിശ ആദ്യം തന്നെ നമ്മൾ വരച്ചിട്ടേക്കാം. എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കാം. ഒരാൾ 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. ഓക്കെ അല്ലേ? 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. വലത്തോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ? ക്ലോക്ക് സഞ്ചരിക്കുന്ന രീതി നോക്കണം. ഓക്കെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്ത്? വലത്തോട്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇടത്തോട്ട് എന്ന് പറഞ്ഞാലോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലോക്ക് എങ്ങനെയാണ് തിരിയുന്നത് ആ രീതിയിൽ നോക്കുക. ഇവിടെ എന്താ പറഞ്ഞത്? 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു എന്നാ. അപ്പൊ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ക്ലോക്ക് ഇങ്ങനെയല്ലേ പോണത്? അപ്പൊ 160 മീറ്റർ എന്ത്? വലത്തോട്ടാണ് നടന്നത് അല്ലെ? ക്ലോക്ക് വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 160 മീറ്റർ വലത്തോട്ട് നടന്നു. അടുത്ത കണ്ടീഷനോ? തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. വീണ്ടും എന്ന് പറയുമ്പോൾ ഇങ്ങനെയല്ലേ ക്ലോക്ക് കറങ്ങണ പിള്ളേരെ? 200 മീറ്റർ എന്ന് പറയുമ്പോൾ മേളിലേക്ക് അല്ലേ? 200 മീറ്റർ എന്ന് പറയുമ്പോൾ അയാൾ ആദ്യത്തെ അതേ പൊസിഷനിൽ തന്നെ എത്തി. 200 മീറ്റർ വലത്തോട്ട് കിടക്കുന്നു. അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. 50 മീറ്റർ ഇടത്തോട്ട് നടന്ന് നിൽക്കുന്നു. ക്ലിയർ ആയോ? 200 മീറ്റർ തെക്കോട്ട് നടക്കുന്നു. അതിനുശേഷം 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. വലത്തോട്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും ക്ലോക്കിന്റെ ഡയറക്ഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇടത്തോട്ട് എന്ന് പറയാൻ നേരത്ത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ എന്താ? ഈ ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ 50 മീറ്റർ ഇടത്തോട്ട് നടന്നു നിൽക്കുന്നു. അപ്പൊ ഇവിടെ നടന്ന് നിന്നേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നടന്നു നിന്നു. അപ്പൊ അയാൾ യാത്ര തുടങ്ങിയെടുത്ത് നിന്ന് എത്ര അകലെയാണെന്നാണ് ചോദിച്ചത്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഇവിടെ 50 ഉണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് 160 ആണ് അല്ലേ? അപ്പൊ 50 + 160 ചെയ്താൽ ആൻസർ കിട്ടും. 50 + 160 എന്ന് പറഞ്ഞാൽ 210 മീറ്റർ ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12 + 10 × 5 × 0. 12 + 10 × 5 × 0. ഇവിടെ ഒരു 0 കൊടുക്കണ്ടല്ലേ? 0ത്തിന്റെ ഒപ്പം എന്ത് ഗുണിച്ചാലും എന്താ? 0 തന്നെയായി പോകും. 0 × 5 0, 0 × 10 0. അപ്പൊ ആൻസർ 12 + 0 ആയിരിക്കും. ആൻസർ 12 തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കേട്ടോ ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടൊന്ന് റിയലൈസ് ചെയ്യുക വീഡിയോ. ഒരു പ്രത്യേക കോഡിൽ ഡൽഹി എന്നതിനെ ക്രമീകരിച്ചപ്പോൾ ഹിഡൽ എന്ന് കിട്ടി എങ്കിൽ ഇറ്റലി എന്നതിനെ ഈ കോഡ് ഉപയോഗിച്ച് ഏത് രീതിയിൽ ക്രമീകരിക്കാം? അപ്പൊ നമുക്ക് ആ കോഡ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എന്താ ചെയ്യുക? ഡൽഹി എന്നുള്ളതൊന്ന് എഴുതി വെക്കുക. ഡൽഹി നമ്പർ കൊടുക്കുക. ഡൽഹിക്ക് നമ്പർ കൊടുക്കുക. 1 2 3 4 5. കറക്റ്റ് അല്ലേ? ഡൽഹി 1 2 3 4 5. അതിനെങ്ങനെ നമ്മൾ എഴുതിയത്? ഹിഡൽ എന്ന് എഴുതി അല്ലേ? HIDEL എന്ന് എഴുതി. ഹിഡൽ എന്ന് എഴുതി. അപ്പൊ ഈ എച്ചിന്റെ വാല്യൂ ഇവിടെ എത്രയാണ് പിള്ളേരെ? 4 ആണ് എച്ച്. അയ്യോ, ഐയുടെ വാല്യൂ 5 ആണ് അല്ലേ? ഐയുടെ വാല്യൂ 5. ഡിയുടെ വാല്യൂ 1 ആണ്. ഇയുടെ വാല്യൂ 2 ആണ്. എല്ലിന്റെ വാല്യൂ 3 ആണ്. ക്ലിയർ ആയില്ലേ? ഈ ഡൽഹി എന്നുള്ളത് 1 2 3 4 എന്ന് നമ്മൾ നമ്പർ ചെയ്തു. അതിനുശേഷം HIDEL അതിന് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഡൽഹിയുടെ വാല്യൂ എടുത്ത് എഴുതി അല്ലേ? ഇവിടെ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 എഴുതി, 5 എഴുതി,
ഡി ആണെങ്കിൽ 1 എഴുതി, ഇ ആണെങ്കിൽ 2 എഴുതി, എൽ ആണെങ്കിൽ 3 എഴുതി. അപ്പോൾ അടുത്തത് നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇറ്റലിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചത് അല്ലേ. ഇറ്റലിയും 1 2 3 4 5. ഡൽഹി എഴുതിയ പോലെ തന്നെ ഇറ്റലിയും 1 2 3 4 5 എന്ന് എഴുതി. എന്നിട്ട് 4 5 1 2 3 ഫോർമാറ്റിൽ എന്ത് ചെയ്ത് ഇറ്റലിനെ നമുക്ക് എഴുതാം. 4 5 1 2 3 ഫോർമാറ്റിലേക്ക് എഴുതണം. ഇവിടെ നോക്കിക്കേ, 4 എന്ന് പറഞ്ഞാൽ എൽ ആണ്, 5 എന്ന് പറഞ്ഞാൽ വൈ ആണ്, 1 എന്ന് പറഞ്ഞാൽ ഐ ആണ് അല്ലേ, ഐ ഇറ്റലിയുടെ ഐ, 2 എന്ന് പറഞ്ഞാൽ ടി ആണ്, 3 എന്ന് പറഞ്ഞാൽ എ ആണ്. LYITA എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. LYITA ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. LYITA. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, നമ്മുടെ പറഞ്ഞിരിക്കുന്നതിന് ജസ്റ്റ് ഒന്ന് കോഡ് ചെയ്തു 1 2 3 4 5 എന്ന് എഴുതി. അതിന് ശേഷം ഈ 1 2 3 4 5 ഹിഡലിന് എഴുതിയപ്പോൾ ഏത് കോഡിലേക്കാന്നുള്ളത് നോക്കി. 4 5 1 2 3 ഫോർമാറ്റിലാണ് ഹിഡലിന് എഴുതിയേക്കുന്നത്. അപ്പൊ ഇറ്റലിനെ അതുപോലെ തന്നെ 4 5 1 2 ഫോർമാറ്റിലേക്ക് എഴുതിയപ്പോൾ LYITA ഓപ്ഷൻ ബി ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വയസ്സുമായിട്ടുള്ള ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം, കുറച്ച് ഒരു ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. ശ്രദ്ധിക്കുക, രേവതിയുടെയും അമ്മയുടെയും വയസ്സിന്റെ തുക ഇപ്പൊ എത്രയാണ്? 36 ആണ്. ഇപ്പോഴത്തെ തുക എത്രയാണ്? രണ്ടുപേരുടെ തുക XY, രണ്ടുപേരുടെ തുക ഇപ്പൊ എത്രയാണ്? 36 ആണ്. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും. 2 വർഷം കഴിയാൻ നേരത്ത് എന്താവുക? അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാവും. 2 വർഷം കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവരുടെ തുക എത്ര കൂടും? ഇപ്പോ രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 36 ആണ്. 2 വർഷം കഴിയാൻ നേരത്ത് രേവതിയുടെ വയസ്സ് 2 കൂടും, അമ്മയുടെ വയസ്സും 2 കൂടും അല്ലെ. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ഇവരുടെ വയസ്സുകളുടെ തുക എന്ന് പറയുന്നത് എത്രയാ? 40 ആയിരിക്കും. 2 വർഷം കഴിഞ്ഞുള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ പറയുന്നത് അല്ലെ. 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങാകും എന്ന് പറയുമ്പോൾ രേവതിയുടെ വയസ്സ് 1 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 4 ആയിരിക്കും. ക്ലിയർ ആയോ? 2 വർഷം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് രേവതിയുടെ വയസ്സിന് 4 മടങ്ങ്. രേവതിയുടെ വയസ്സ് 1 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് 4 മടങ്ങായിരിക്കും അല്ലെ. അതിന്റെ തുക എന്ന് പറഞ്ഞതാണ് എന്ത്? 40. അതായത് 1 + 4 5, 5 എന്ന് പറയുന്നത് 40 ആയിരിക്കും അല്ലേ. അപ്പൊ 1 മടങ്ങ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും അല്ലേ. 40/5 8 ആയിരിക്കും 1 മടങ്ങ്. മൊത്തം എന്ന് പറഞ്ഞാൽ എന്താ? 1:4 ആണ് എന്താ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷൻ. അതായത് 2 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മൾ പറയുന്നത്. 1:4 ആയിരിക്കും. അത് 40 ആണ് അതിന്റെ മൊത്തം തുക എന്ന് പറയുന്നത്. 36 ആയിരുന്നു. രണ്ടുപേരുടെയും 2 വയസ്സ് വെച്ച് കൂടും, അപ്പൊ 40 ആയി. അപ്പൊ 1:4 എന്നുള്ള ഫോർമാറ്റിലാണ് എന്ത്? അമ്മയുടെയും രേവതിയുടെയും വയസ്സ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷം നിലനിൽക്കുന്നത്. അത് ടോട്ടൽ 5 ആണ്. 5 എന്ന് പറഞ്ഞാൽ എന്താ? 40 ആയിരിക്കും. അപ്പൊ 1 മടങ്ങ് എന്ന് പറഞ്ഞാൽ 8 ആയിരിക്കും. അതെന്താ പിള്ളേരെ? ഈ 8 എന്ന് പറഞ്ഞാൽ എന്താ? 2 വർഷം കഴിഞ്ഞുള്ള രേവതിയുടെ വയസ്സാണ്. ഓക്കെ, നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇപ്പോൾ ഉള്ള രേവതിയുടെ വയസ്സാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 8ൽ നിന്ന് 2 കുറയ്ക്കുക. 8ൽ നിന്ന് 2 കുറച്ചാൽ എത്രയായിരിക്കും? 6 വയസ്സായിരിക്കും ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി 6 വയസ്സായിരിക്കും ആൻസർ. ഇവിടെ 8 വർഷം, അതായത് 8 എന്ന് കിട്ടുമ്പോൾ തന്നെ ചില സ്റ്റുഡൻസ് എന്താ ഈ ഓപ്ഷനെ 8 എന്നാണ് കൊടുത്തേക്കുന്നത്. അത് കയറി കറുപ്പിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മള് ഒന്നുകൂടി പറയാം. നമ്മുടെ അടുത്ത് പറഞ്ഞത് രേവതിയുടെയും അമ്മയുടെയും വയസ്സുകളുടെ തുക 36 ആണ്. നിലവിൽ ഇപ്പോൾ 36 വയസ്സാണ് രണ്ടുപേർക്കും ഉള്ളത്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 36 ആണ്. ഇനി എന്താ? 2 വർഷം കഴിയുമ്പോൾ എന്താണ്? രേവതിയുടെയും 2 വയസ്സ് കൂടും, അമ്മയുടെയും 2 വയസ്സ് കൂടും. അപ്പോൾ അവരുടെ തുക എത്ര കൂടും? 4 കൂടും. 36 + 2 + 2 40 ആവുകയും. അപ്പോൾ ആ സമയത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് രേവതിയുടെ വയസ്സിന്റെ 4 മടങ്ങായിരിക്കും അമ്മയുടെ വയസ്സ്. അപ്പൊ രേവതിയുടെ വയസ്സ് 1 ആണെങ്കിൽ എന്താ? അമ്മയുടെ വയസ്സ് 4 ആയിരിക്കും അല്ലേ. അപ്പൊ 1:4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1:4 എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. 1 + 4 എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊത്തം 5 മടങ്ങ് എന്ന് പറഞ്ഞാൽ 40 ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് 1 മടങ്ങ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രേവതിനെ കിട്ടും അല്ലേ. 5 മടങ്ങ് 40 ആണെങ്കിൽ 1 മടങ്ങ് എന്ന് പറഞ്ഞാൽ 40/5 അല്ലേ. 40/5 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ രേവതിയുടെ 2 വർഷം കഴിഞ്ഞുള്ള വയസ്സാണ് ഈ 8. നമ്മുടെ അടുത്ത് ചോദിച്ചത് ഇപ്പോഴത്തെ നിലവിലുള്ള വയസ്സാണ്. അപ്പൊ നമ്മൾ എന്താ? ഇപ്പോഴത്തെ കാണണമെങ്കിൽ 2 വർഷം കുറയ്ക്കുക. 8ൽ നിന്ന് 2 കുറച്ചാൽ 6 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 0.31 +
0.21 ഇൻറ്റു 2. ഇതിൻ്റെ വാല്യൂ കാണാനാണ്, ഇത് നമുക്ക് ഡയറക്റ്റ് കാണാം അല്ലേ. 0.21 ഇൻറ്റു 2 ചെയ്യുക അല്ലേ, 0.42 എന്ന് കിട്ടി. 0.31 പ്ലസ് 0.42 അല്ലേ, 0.73 എന്ന് കിട്ടും. 0.73. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ഡി 0.73 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഈ സംഖ്യകളിലെ 0.21 ഇൻറ്റു 2 അത് ഇൻറ്റു ചെയ്തു. അത് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എന്താ 0.42 എന്ന് കിട്ടി. 0.31 ആയിട്ട് എന്ത് ചെയ്തു, ആഡ് ചെയ്തു 0.42. അപ്പോൾ നമുക്ക് 0.73. ഓപ്ഷൻ ഡി ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ, ശ്രദ്ധിച്ചിരിക്കുക, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു. മാത്സിൽ 40 പിള്ളേർ ജയിച്ചു. ഓക്കെ. 25 കുട്ടികൾ എന്ത് ഇംഗ്ലീഷിന് ജയിച്ചു. 25 കുട്ടികൾ ഇംഗ്ലീഷിന് ജയിച്ചു. 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും ജയിച്ചു. 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു. എങ്കിൽ ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് 40 പിള്ളേര് ഗണിതത്തിന് ജയിച്ചേ, 25 പിള്ളേര് ഇംഗ്ലീഷിന് ജയിച്ചു. 18 സ്റ്റുഡൻസ് ഈ രണ്ടെണ്ണത്തിനും വിജയിച്ചിട്ടുണ്ട്. 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു. ഇത് ഗണിതത്തിന് ജയിച്ചു, ഇത് ഇംഗ്ലീഷിന് ജയിച്ചു. 18 പേര് രണ്ടെണ്ണത്തിനും ജയിച്ചു. അപ്പൊ നമ്മള് ഗണിതത്തിനും ഇംഗ്ലീഷിനും ഉള്ളത് കൂട്ടുക. 40 പ്ലസ് 25 65. 65 ആ രണ്ട് വിഷയത്തിനും ജയിച്ച ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണ്ടേ നമുക്ക്. ഇവിടെ ഉള്ള 40 പിള്ളേർ എന്താ മാത്സിന് ജയിച്ചു, 25 പിള്ളേര് ഇംഗ്ലീഷിന് ജയിച്ചു. അപ്പൊ 40 പിള്ളേര് മാത്സിന് ജയിച്ചുണ്ട്, 25 പിള്ളേര് ഇംഗ്ലീഷിന് ജയിച്ചുണ്ട്. 18 പിള്ളേർ എന്താണ് രണ്ടിനും ജയിച്ചുണ്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് ജയിച്ച പിള്ളേരെയും മാത്സിന് ജയിച്ച പിള്ളേരെയും കൂട്ടിയിട്ട് രണ്ടിനും ജയിച്ച പിള്ളേരെ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ 65 18 കുറച്ചാൽ എത്ര കിട്ടും? 65 10 കുറച്ചാൽ 55, 47. ഓക്കെ, 47 ആണ് നമുക്ക് എന്ത് ജയിച്ച പിള്ളേരുടെ കണക്ക് കിട്ടിയത്. നമ്മുടെ അടുത്ത് ചോദിച്ചത് ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണെന്നാണ്. തോറ്റത് കാണണമെങ്കിൽ നമുക്കുള്ളത് മൊത്തം 50 സ്റ്റുഡൻസ് ആണ്. 50 47 കുറയ്ക്കുക, 3 പേരാണ് എന്ത് ഓപ്ഷൻ സി, 3 പേരാണ് ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റത്. അപ്പൊ ഒന്നും കൂടി പറയാം. 40 പേര്, ഒരു ബോക്സ് ഒക്കെ വരച്ചാൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഒരു വെൻ ഡയഗ്രം മെത്തേഡാണിത്. അതിപ്പോ അങ്ങനെ ആ രീതിയിൽ ഞാൻ ഡിസ്കസ് ചെയ്തില്ല എന്നുള്ളൂ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നോക്കുക, മൊത്തം 50 പേരുണ്ട്. 50 പേരുണ്ട്. ഇവിടെ 40 പേര് മാത്സിന് ജയിച്ചു. അവിടെ എത്ര 25 പേര് എന്തിനു ജയിച്ചു? ഇംഗ്ലീഷിന് ജയിച്ചു. ഈ കോമൺ ആയിട്ടുള്ള ഭാഗമില്ലേ, ഈ കോമൺ ആയിട്ടുള്ള ഭാഗത്ത് എത്ര പേര് ജയിച്ചു? 18 പേര് ജയിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഫുൾ റൗണ്ടില്ലേ 40 25 ഉള്ള ഈ റൗണ്ടിൽ നിന്ന് ഈ കോമൺ ആയിട്ടുള്ള ഭാഗം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ഈ വിജയിച്ച ആൾക്കാരെ കിട്ടും. എന്നിട്ട് ഈ 50 നിന്ന് ഈ വിജയിച്ച ആൾക്കാരെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോറ്റ ആൾക്കാരുടെ എണ്ണം കിട്ടും. ക്ലിയർ ആയില്ലേ? അത് നമ്മൾ ഈ രീതിയിൽ ചെയ്തു. 40 പ്ലസ് 25 മൈനസ് 18 ചെയ്തു. 40 പ്ലസ് 25 മൈനസ് 18 ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് 47 കിട്ടി. അത് ഈ 50 നിന്ന് 47 കുറച്ചു. ഈ 47 എന്ന് പറഞ്ഞാൽ ഇത് ഈ ഭാഗങ്ങളാണ്. ഓക്കെ, ഈ ഭാഗം ഇതുണ്ടാവില്ല കേട്ടോ. ഈ കോമൺ ആയിട്ട് ഫുൾ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പി ക്യു ആർ എസ് എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. പി ക്യു ആർ എസ് എന്നീ 4 ആളുകൾ നിരന്നു നിൽക്കുന്നു. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങാം. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തുമായിട്ട് നിൽക്കുന്നു. ആ കണ്ടീഷൻ ശരിയായി. പി എന്നയാൾ ക്യൂവിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തായിട്ട്. എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തായും ക്യൂവിന്റെ വലതുവശത്തായിട്ട് നിൽക്കുന്നു. അപ്പൊ കറക്റ്റ് ആയില്ലേ? എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തും ക്യൂവിന്റെ വലതുവശത്തായും നിൽക്കുന്നു. എങ്കിൽ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? ക്യൂ ആണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ക്യൂഎസ് പി ആർ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഒന്നും കൂടി നമുക്ക് നോക്കാം. പി ക്യു ആർ എസ് നിരന്ന് നിൽക്കുവാണെങ്കിൽ പി എന്നയാൾ
ക്യൂബിന്റെ വലതുവശത്തും ആറിന്റെ ഇടതുവശത്തും നിൽക്കും. ഫസ്റ്റ് കണ്ടീഷൻ തീർന്നു. എസ് എന്നയാൾ പിയുടെ ഇടതുവശത്താണ്. അതുപോലെ തന്നെ ക്യൂബിന്റെ വലതുവശത്തായിട്ട് നിൽക്കും. ഓക്കെ, എസ് എന്നയാൾ പിയുടെ ഇടതുവശത്തും ക്യൂബിന്റെ വലതുവശത്തും. എങ്കിൽ ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ആരാണ്? നിൽക്കുന്നത് ക്യൂ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പത്തിലുള്ള ഒരു ശ്രേണിയായിരുന്നു. 103, 104, 107, 112 എഴുതി പോവാം. 103, 104, 107, 112, 119, 128. അങ്ങനെ ഈ ശ്രേണിയിലെ അടുത്ത പദം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി 139, ഓപ്ഷൻ എ 139, ഓപ്ഷൻ ബി 135, ഓപ്ഷൻ സി 133, ഓപ്ഷൻ ഡി 141. പിള്ളേരെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിഫറൻസ് എത്രയാ? 1. ഇവിടെയോ 3. ഇവിടെയോ 5. ഇവിടെയോ 7. ഇവിടെ 9 അല്ലേ? അടുത്തതോ 11. ഓക്കെ, അപ്പൊ 128 പ്ലസ് 11 എത്ര? 128 1 129, 129 10 139. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആയില്ലേ? 128 പ്ലസ് 11 കൂട്ട 139. അടുത്ത ക്വസ്റ്റ്യൻ 16, 36, 64, 114, 144. ഇതിൽ കൂട്ടത്തിൽ പെടാത്ത സംഖ്യയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. 16 ഉണ്ട്, 36 ഉണ്ട്, 64 ഉണ്ട്, 114 ഉണ്ട്, 144 ഉണ്ട്. ഈ 16 നോക്കിക്കേ പിള്ളേരെ, 16 4ന്റെ സ്ക്വയർ ആണ് അല്ലെ? 4ന്റെ സ്ക്വയർ. 36 6ന്റെ സ്ക്വയർ അല്ലേ? ഇതോ 64 8ന്റെ സ്ക്വയർ. ഇതോ 12ന്റെ സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ 6ന്റെ സ്ക്വയർ 8ന്റെ സ്ക്വയർ 12ന്റെ സ്ക്വയർ. അപ്പൊ ഇത് എത്രയായിരുന്നു വേണ്ടിയിരുന്നത്? ആ ഒരു ഫോർമാറ്റ് നോക്കി. ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8, ഇവിടെ 10. 10ന്റെ സ്ക്വയർ എത്രയാ? 100 ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് എത്രയാ? 114 ആണല്ലേ? 114. പക്ഷെ ഓപ്ഷൻ സി 114 ആണ് എന്ത്? കൂട്ടത്തിൽ പെടാത്ത സംഖ്യ. ഓപ്ഷൻ സി 114 ആണ് കൂട്ടത്തിൽ പെടാത്തത്. ഓക്കെ, അപ്പോൾ നമ്മള് സ്റ്റേജ് 1 LGSന്റെ മാത്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ടൈറ്റ് ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങൾ അത് ഒന്നും കൂടി ജസ്റ്റ് റിപ്പീറ്റ് അടിച്ച് കാണുക. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.